ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും എങ്ങനെയാണ് ഫിക്സ് ചെയ്യപ്പെടുക. ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഫിക്സ് ചെയ്യാൻ നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷനും സപ്ലൈ ഫംഗ്ഷനും തരും. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഫങ്ഷൻസ് ഓഫ് പ്രൈസ്. ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ആണ്. സപ്ലൈ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ആണ് അല്ലേ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇക്വിലിബ്രിയം കാണുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇക്വിലിബ്രിയം പ്രൈസിനെ നമ്മൾ പി സ്റ്റാർ എന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസിൻ്റെ പ്രത്യേകത എന്താണ്? ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് ദ പ്രൈസ് വെയർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്. അതായത് ചോദനവും പ്രധാനവും തുല്യമാക്കുന്ന വിലയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈയും ഉണ്ടാവാറുണ്ട് അല്ലേ. എക്സസ് ഡിമാൻഡ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? എക്സസ് ഡിമാൻഡ് ഉണ്ടാവുന്നത് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് ലെസ് ദാൻ പി സ്റ്റാർ, ഇക്വിലിബ്രിയം പ്രൈസിനേക്കാളും കുറയുമ്പോഴാണ്. ഇനി എക്സസ് സപ്ലൈ ഉണ്ടാവുന്നത് നമുക്കറിയാം അല്ലേ. എക്സസ് സപ്ലൈ ഉണ്ടാവുന്നത് എപ്പോഴാണ്? മാർക്കറ്റ് പ്രൈസ് ഗ്രേറ്റർ ദാൻ ഇക്വിലിബ്രിയം പ്രൈസ് വരുമ്പോഴാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിട്ട് നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം കണക്കാക്കുന്നതെന്ന് നോക്കാം. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് പൊസിഷൻ വെയർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ്. അപ്പോൾ സപ്പോസ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈസ് ഗിവൺ ആസ് എന്താണ്? ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് ഗിവൺ ആസ് 100 മൈനസ് പി എന്ന് കൊടുക്കാം. 100 മൈനസ് പി. സപ്ലൈ ഫംഗ്ഷൻ ഈസ് ഗിവൺ ആസ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഡിമാൻഡ് ഫംഗ്ഷന് തരുന്നത് ക്യു ഡി ഈസ് ഈക്വൽ ടു എന്നാണ് കേട്ടോ. ക്യു ഡി ഈസ് ഈക്വൽ ടു 100 മൈനസ് പി ആൻഡ് ക്യു എസ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് പി എന്നാണ് വിചാരിക്കുക. അത് എന്തുകൊണ്ടാണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ് എപ്പോഴും ഇൻവേഴ്സ് ഫംഗ്ഷനാണ്, അതുകൊണ്ടാണ് മൈനസ് പി എന്ന് വരുന്നത്. ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡയറക്റ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് 20 പ്ലസ് പി എന്ന് വരും അല്ലേ. ഈ രണ്ട് ഫംഗ്ഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കുന്നതെന്ന് കാണാം. അപ്പം ആദ്യം നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അറ്റ് ഇക്വിലിബ്രിയം പ്രോബ്ലമാണ്. ഇതിന് 8 മാർക്കും 5 മാർക്കൊക്കെ കിട്ടുന്ന പ്രോബ്ലമാണ് വരുന്നത്. അറ്റ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് എഴുതുക. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇക്വേഷൻ 100 മൈനസ് പി ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ് ഇക്വേഷൻ എഴുതുക 20 പ്ലസ് പി എന്ന്. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? പി രണ്ടും ഒരു വശത്താക്കുക, എമൗണ്ട് രണ്ടും ഒരു വശത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ നിന്ന് മൈനസ് പി റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താണ് കിട്ടുക? പി മൈനസ് പി ഇപ്പുറം റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് പി ആവും. അപ്പോൾ പി പ്ലസ് പി എന്ന് പറയുന്നത് എന്താണ്? 2p എന്ന് കിട്ടും അല്ലേ. അതേപോലെ ഇപ്പോൾ എന്താണ്? 2p ഈസ് ഈക്വൽ ടു എന്താണ് കേട്ടോ? ഇവിടെ 20യെ നമ്മൾ ഇപ്പുറം കൊണ്ടുവരും, LHSലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെയുള്ള 20 പ്ലസ് 20 ആണ്. പ്ലസ് 20 LHSലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് വരും? മൈനസ് 20 ആവും അല്ലേ. അപ്പോൾ 100 മൈനസ് 20 എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 മൈനസ് 20 80 എന്ന് കിട്ടും. അപ്പോൾ 2p ഈസ് ഈക്വൽ ടു 80 ആകുമ്പോൾ എന്താ കിട്ടുക? p ഈസ് ഈക്വൽ ടു 80/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 40. അപ്പോൾ ഈക്വിലിബ്രിയം പ്രൈസ് കിട്ടി. ഇനി ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ് കാണേണ്ടത്. ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും, അതായത് ക്വാണ്ടിറ്റി ക്യു എസിലേക്കോ ക്യു ഡിയിലേക്കോ പ്രൈസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ക്യു എസ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണാൻ വേണ്ടി ക്യു എസ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് പി എന്ന ഇക്വേഷനിൽ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് 40. അപ്പോൾ എന്താണ്?
20 + 40 എത്രയാണ് 60. അപ്പോൾ 60 കിലോഗ്രാമാണ് വരുന്നത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് 40 ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 60. ഇതാണ് ആൻസറായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയി കാണുമെന്നായിരിക്കുന്നു. വേണമെങ്കിൽ ഒരു പ്രോബ്ലവും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് സപ്പോസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് QD is given as 200 minus P. 200 minus P and quantity is supplied QS is equal to 120 plus P. 120 plus P. അപ്പോൾ എന്താണ് നമ്മളെങ്ങനെ ചെയ്യാം? അറ്റ് ഇക്വിലിബ്രിയത്തിൽ എന്താണ് QD is equal to QS എന്നാണ് അല്ലേ. ഇതിനെ രണ്ടും ഇക്വേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് 200 minus P. 200 minus P is equal to 120 plus P. അപ്പോൾ ഇക്വേറ്റ് ചെയ്ത് തന്നെ നമ്മൾ എഴുതാം നമുക്ക്. അതായത് രണ്ടിനെയും P രണ്ടും ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാം, എമൗണ്ട് രണ്ടും ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ P ഇപ്പുറത്തേക്ക് RH റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെന്നിരിക്കാം. അപ്പോൾ എന്ത് കിട്ടും? 2P എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 2P is equal to 120 LHSലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാമെന്നിരിക്കാം. അപ്പം 200 minus 120 എന്ന് പറയുമ്പോൾ എന്താണ് കിട്ടുക? 200. ഇത് 120 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ -120 ആയി മാറും. അപ്പോൾ 200 minus 120 എന്ന് പറയുമ്പോഴും ഇവിടെ നമുക്ക് 80 എന്നാണ് കിട്ടുക അല്ലേ. അപ്പോൾ 2P 80 ആകുമ്പോൾ എന്താണ് P എന്ന് പറയും? 2P 80 ആകുമ്പോൾ P എന്ന് പറയുന്നത് എന്താണ് കിട്ടുക? P is equal to 80/2. That is equal to 40. ഇനി നമുക്കിതിൽ നിന്ന് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി സപ്ലൈഡ് Q സ്റ്റാർ കാണാൻ എന്ത് ചെയ്യണം? Q സ്റ്റാർ കാണാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ QS is equal to സപ്ലൈയിൽ ഇട്ടാൽ മതി 120 plus P എന്നാണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 120 plus P 40 ആണല്ലേ. അപ്പോൾ എന്താണ് കിട്ടുന്നത്? 120 plus 40 എന്ന് പറഞ്ഞാൽ 160 എന്ന് കിട്ടും. അപ്പോൾ 160 kg ആണ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. അപ്പോൾ P star is equal to equilibrium price P star is equal to 40. Q star is equal to ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് Q സ്റ്റാർ ആണല്ലേ. Q സ്റ്റാർ is equal to 160. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസറായിട്ട് വരും. അപ്പോൾ ഇതുപോലെ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചെയ്ത് പഠിക്കുക. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പഠിക്കുക. താങ്ക് യു.